പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് ട്രസ്റ്റിന്റെ പ്രഖ്യാപനവും റിലീഫ് സഹായ വിതരണവും സംഘടിപ്പിച്ചു. കോട്ടക്കലിൽ ഒരുക്കിയ പരിപാടി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് അത്താണിയായി പ്രവർത്തിക്കാൻ ഹൈദരലി ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷന് കഴിയുമെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു. കോട്ടക്കൽ കേന്ദ്രമായി സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഒരു ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് എന്ന പേരിൽ ഇവിടെ ഇപ്പോൾ രൂപീകരിക്കപ്പെടുകയാണല്ലോ. ജീവകാരുണ്യ മേഖലയിലും മറ്റ് വിദ്യാഭ്യാസ സമുദ്ധാരണ രംഗത്തുമൊക്കെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇങ്ങനൊരു ഫൗണ്ടേഷന് രൂപം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും കോട്ടക്കലിനെ പോലെയുള്ളൊരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഇവിടെ എല്ലാവരും വളരെ സജീവമായി നേതൃരംഗത്തും അതുപോലെ തന്നെ സേവന രംഗത്തുമൊക്കെ വളരെ സജീവമായി ഇടപഴകുന്ന ഒരു പ്രദേശമാണല്ലോ കോട്ടക്കലും അതിൻ്റെ പരിസര പ്രദേശം. അപ്പോൾ ആ നിലക്ക് ഹൈദരലി തങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നത് എന്തുകൊണ്ടും വളരെ ഉചിതമായ ഒരു നാസറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരും അതുപോലെ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനം അതിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പ്രഥമ സംരംഭത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന കേന്ദ്രമായി നമ്മുടെ മഹത്തായ ട്രസ്റ്റ് ഹൈദരലി തങ്ങൾ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെൻറ്റ് എന്നുള്ള ട്രസ്റ്റ് സാധാരണക്കാരൊരു അത്താണിയായി നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുവാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കെ നാസർ, ഡോക്ടർ പുത്തൂർ റഹ്മാൻ, കീഴടത്ത് ഇബ്രാഹിം ഹാജി, മുസ്തഫ പുളിക്കൽ തുടങ്ങിയവരെ ട്രസ്റ്റ് അംഗങ്ങളായി സാദിഖലി തങ്ങൾ പ്രഖ്യാപിച്ചു. പുത്തൂർ റഹ്മാൻ സാഹിബാണ്, പിന്നെ കീഴടത്ത് ഇബ്രാഹിം ഹാജി അവർ, അതുപോലെ തന്നെ കെ നാസർ മാനേജിംഗ് ട്രസ്റ്റി, മുസ്തഫ പുളിക്കൽ ഇവരാണ് ഇതിൻ്റെ ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവരെ പ്രഖ്യാപിക്കുന്നു. കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ കെ നാസർ പരിപാടിയിൽ അധ്യക്ഷനായി. ബഷീർ ഫൈസി ദേശമംഗലം ഹൈദരലി തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. 1000-ഓളം കുടുംബങ്ങൾക്കാണ് റംസാൻ റിലീഫ്, സാമ്പത്തിക സഹായം എന്നിവ നൽകിയത്. ആബിദ് ഹുസൈൻ തങ്ങൾ MLA, സലാം വളാഞ്ചേരി, അഷ്റഫ് അമ്പലത്തിങ്ങൽ, സൈനുദ്ദീൻ പൊന്മള, സിദ്ദിഖ് പരപ്പാര, കീഴടത്ത് ഇബ്രാഹിം ഹാജി, UA ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി C ഷംസുദ്ദീൻ സ്വാഗതവും ട്രഷറർ സാജിദ് മങ്ങാട്ടിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടക്കൽ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.